ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുന്ന വെള്ളിയാഴ്ച, അതായത് വൃശ്ചികം 7-ാം തീയതി പൂജകൾ ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കോളൂ. പ്രതിവിധി ഉണ്ടോ സിദ്ധരെ? ആ മണിമാല എവിടെയാന്ന് എനിക്കറിയണം. എന്നെക്കൊണ്ടാവുന്ന തരത്തിലൊക്കെ ഞാനത് അന്വേഷിച്ചു. പക്ഷേ എനിക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. അതറിയാൻ വേണ്ടിയാ ഞാൻ ഇവിടേക്ക് വന്നത്. ഈ പറയുന്ന മണിമാലയെക്കുറിച്ച് എല്ലാം അറിഞ്ഞു വച്ചിട്ട് തന്നെയാണോ അത് തേടി അലയുന്നത്? അതെ, മണിമാലയുണ്ടെങ്കിൽ രാജയോഗമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. രാജയോഗം മണിമാലയുടെ പല ഗുണങ്ങളിൽ ഒന്നാണ്. നമ്മളിലേക്ക് സമ്പത്തും സമാധാനവും സന്തോഷവും എല്ലാം കൊണ്ടുവരുന്നതിനോടൊപ്പം അർഹതയില്ലാത്ത കൈകളിൽ അതെത്തിയാൽ മണിമാല പോലെ അപകടകാരി മറ്റൊന്നില്ല. മരണശയ്യയിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ മരണഹേതു ആകാനും മണിമാലയ്ക്ക് കഴിയും. അതിന് പിന്തുടർന്നാൽ അതകന്നു പോവുകയേ ഉള്ളൂ. നമ്മളിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സന്തോഷഫലം നിശ്ചയം. തീരുമാനം രമാദേവിയുടേതാണ്. ഇപ്പോഴും അതിന്റെ പിന്നാലെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ നോക്കാം. മറിച്ചാണെങ്കിൽ രമാദേവിക്ക് മടങ്ങിപ്പോകാം. ഇല്ല സിദ്ധരെ, എനിക്കത് വേണം. അത് മുഖാന്തിരം എനിക്ക് ആപത്തൊന്നും ഉണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാ. അതെവിടെയാണ് ഉള്ളതെന്ന് സിദ്ധരൊന്ന് കാര്യമായിട്ട് നോക്കണം. എനിക്കറിയണം അത്. ഓം ഗംഗണപതയേ നമഃ. പ്രസീദ പ്രസീദ സകല സ്ഥാവര ജംഗമസ്യ മുഖ. ഹൃദയം മമ വശം ആകർഷയാക ആകർഷയാക സ്വാഹ. മണിമാല രമാദേവിയുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയും അടുത്തുണ്ടായിട്ടും അത് രമാദേവിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമാകാത്തതുകൊണ്ടാ. മണിമാല ദേവിയുടെ ആഭരണമാണ്. അത് നേടിയെടുക്കാനാണ് രമാദേവി ശ്രമിക്കുന്നത്. അതായത് മത്സരം രമാദേവിയും ദുർഗാദേവിയും തമ്മിലാണെന്ന് സാരം. തീക്കളിയാണ്. അല്ല സിദ്ധരെ, തൊട്ടടുത്തെന്ന് പറയുമ്പോ വ്യക്തമായിട്ടുള്ള സ്ഥലം നമുക്ക് അറിയാൻ പറ്റില്ലേ? പറ്റും. പക്ഷെ ഞാനത് തുറന്നു പറഞ്ഞാൽ രമാദേവിയുടെ കയ്യിലെത്തിയാൽ ഈശ്വര പദ്ധതികളെല്ലാം തകിടം മറിയില്ലേ? അത് എനിക്ക് ആപത്താണ്. ദേവീ സന്നിധി കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ ഇടത്താണ് മണിമാല ഇപ്പൊ ഇരിക്കുന്നത്. മണിമാല കൈവശം വച്ചിരിക്കുന്നത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്. അവരിൽ നിന്നും അത് എടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സാധ്യമല്ല. അതിന് ദേവി തന്നെ വിചാരിക്കണം. എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ സിദ്ധരെ?
ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ദുർഗാദേവിയുടെ രൗദ്രഭാവമായ ശ്രീ ഭദ്രകാളി ദേവിയെ അനുനയിപ്പിക്കുക. മണിമാല അഗ്നിയുമായി ബന്ധമുള്ളതുകൊണ്ട് അഗ്നിയിൽ ജനിച്ച അഗ്നേയ ദേവിക്ക് തന്നെ പൂജകൾ സമർപ്പിക്കണം. കയ്യെത്തും ദൂരത്തുള്ളത് കൺവെട്ടത്ത് കൊണ്ടുവരാൻ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദേവിയുടെ മനസ്സലിഞ്ഞാൽ മണിമാല രമാദേവിയുടെ കൈകളിൽ താനെ വന്ന് ചേർന്നുകൊള്ളും. പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. പുലിപ്പാറ എന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടുന്ന് കുറച്ച് ദൂരെയാ. അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അവിടെ കുടുംബമായി ചെന്ന് വഴിപാടുകൾ ചെയ്യണം. ഞാനൊരു കുറിപ്പ് തരാം. അത് അവിടെ കൊടുത്താൽ എല്ലാം ഭംഗിയായി അവര് തന്നെ ചെയ്തു തരും. വരുന്ന വെള്ളിയാഴ്ച, അതായത് വൃശ്ചികം 7-ാം തീയതി പൂജകൾ ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കോളൂ. പ്രതിവിധി ഉണ്ടോ സിദ്ധരെ?